മുഖ്യമന്ത്രിയുടെ മകന്റെ ഇ.ഡി. നോട്ടീസിൽ എം.എ. ബേബിയുടെ അഭിപ്രായ പ്രകടനത്തെ പരിഹസിച്ച വി.ഡി. സതീശൻ. ഇ.ഡി. നോട്ടീസ് കൊടുക്കുമ്പോൾ സി.പി.എം അഖിലേന്ത്യാ സെക്രട്ടറിക്ക് കൂടി നോട്ടീസ് കൊടുക്കുമോ? എം.എ. ബേബി എങ്ങനെ ഇതറിഞ്ഞു? കേസ് ഇല്ലാതായെന്നാണ് എം.എ. ബേബി പറഞ്ഞത്. അദ്ദേഹം എങ്ങനെയാണ് ഇക്കാര്യം അറിഞ്ഞതെന്നും സതീശൻ ചോദിച്ചു. ഇങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചിട്ടും എല്ലാവരും മൂടി വെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ കാര്യം, ആരോടും പറഞ്ഞില്ല. പിന്നെ ഇതെങ്ങനെ ഈ നോട്ടീസ് സാധാരണ ഒരാൾക്ക് അയച്ചാൽ, ഇ.ഡി. നോട്ടീസ് അയച്ചാൽ അതിന്റെ പ്രൊസീജിയർ ഉണ്ടാവും. ഇത് യാതൊരു പ്രൊസീജിയറും നടന്നിട്ടില്ല. പിന്നെ എന്നാണ് നമ്മുടെ അറിവ്. ഇതെങ്ങനെയാണ് മൂടി വയ്ക്കപ്പെട്ടത്? ഒരു സമൻസ് അയക്കാൻ ഒരു തുടക്കം ഉണ്ടാവും. ആ തുടക്കം എങ്ങനെ ഇല്ലാതായി സമൻസ് അയച്ചു കഴിഞ്ഞപ്പോ? ഇപ്പോ എം.എ. ബേബി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്, അത് ഇല്ലാതായെന്ന്. അദ്ദേഹത്തിന് എങ്ങനെ അറിഞ്ഞു? അദ്ദേഹം എങ്ങനെ അറിഞ്ഞു അത് ഇല്ലാതായെന്ന്? അദ്ദേഹം എങ്ങനെയാണ് അറിഞ്ഞത്? എങ്ങനെയാണ് അത് ഇല്ലാതാവുന്നത്? ഇ.ഡിയുടെ നോട്ടീസ് എങ്ങനെയാണ് ഇല്ലാതാവുന്നത്? ഇന്നലെ അദ്ദേഹം പറഞ്ഞു അത് പോയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അദ്ദേഹം എങ്ങനെ അറിയുന്നത്? അപ്പൊ മുഖ്യമന്ത്രി ഇതുവരെ നമ്മുടെ അറിവ് നമുക്കറിയില്ല. നമ്മുടെ അറിവ് അദ്ദേഹം പാർട്ടി നേതൃത്വത്തോട് മുഖ്യമന്ത്രി ആരോടും പറഞ്ഞിട്ടില്ല. മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടില്ല, പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടില്ല, പാർട്ടിക്കാരോട് പറഞ്ഞിട്ടില്ല, മന്ത്രിമാരോട് പറഞ്ഞിട്ടില്ല. എന്തിനാണ് അത് മൂടി വെച്ചത്? പിന്നെ ഇത് സെറ്റിൽ ചെയ്യാണ് ചെയ്ത്. ഞങ്ങൾ എപ്പോഴും ആരോപിക്കുന്നത് CPM BJP ബാന്ധവമുണ്ട്. ശ്രീ അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായി മുഖ്യമന്ത്രി ഒരു ബന്ധം പുലർത്തുന്നുണ്ട്. അതിന് ചില ഇടനിലക്കാരുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ADGP അജിത് കുമാർ, ഞാനാണ് ആരോപണം ഉന്നയിച്ചത്, RSS നേതാവിനെ കണ്ട കാര്യം. അത് പൂരം കലക്കിയ ആരോപണം ഉണ്ടായി. ഇവിടെ BJPയെ തൃശ്ശൂരിൽ ജയിപ്പിക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു കൊടുക്കുന്നു. അതിന്റെയൊക്കെ പിന്നിൽ ഇതാണോ? ഇത് 2023 ഓർക്കണം. ഈ നോട്ടീസ് 24 തെരഞ്ഞെടുപ്പ്. അത് ഭീതിയോടുകൂടിയാണ് പിന്നീട് കംപ്ലീറ്റ് ആയി കണ്ടത്. ഞാൻ ഇലക്ഷൻ കാലത്ത് നിങ്ങളോട് പറഞ്ഞു, ഇ.ഡി. പിടിമുറുക്കുന്നു കരുവന്നൂർ, അവിടെയൊക്കെ വെറുതെയാണ്. ഇ.ഡി. പിടിമുറുക്കുന്ന ഇതാണ്, ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ് വെച്ചുകൊണ്ട്. അപ്പൊ എന്താണ് സംഭവിച്ചത് എന്ന് പുറത്തു തുറന്നു പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രി പറയണം. പറയാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒരു കുടുംബാംഗത്തിനെതിരായിട്ടാണ്. സത്യാവസ്ഥ അദ്ദേഹം പറയട്ടെ. അതറിയില്ല എന്താണെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു അദ്ദേഹം അത് പറഞ്ഞപ്പോൾ. അദ്ദേഹം എങ്ങനെ അറിഞ്ഞു? എം.എ. ബേബിക്ക് എന്താ പാർട്ടി ഇ.ഡി. നോട്ടീസ് കൊടുക്കുമ്പോൾ CPM അഖിലേന്ത്യാ സെക്രട്ടറി കൂടി നോട്ടീസ് കൊടുക്കുമോ?